റഫാൽ, ദ സ്കൈ ഡൊമിനേറ്റർ ഓഫ് ഇന്ത്യ. വിജയം നിമിഷങ്ങൾക്കുള്ളിൽ തീരുമാനിക്കപ്പെടുന്ന ഈ ലോകത്ത് ആകാശം യുദ്ധഭൂമിയും പ്രതിരോധവും കൂടിയായിരിക്കുമ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിരുന്നത് വേഗതയേറിയതും പ്രകോപനപരവുമായ ഒരു യുദ്ധവിമാനം മാത്രമല്ല, തന്ത്രപ്രധാനവുമായ ഒരു ശക്തിയുമായിരുന്നു. അതിനുള്ള ഉത്തരമാണ് റഫാൽ. റഫാൽ ഒരു സാധാരണ ജെറ്റല്ല, അതൊരു പറക്കുന്ന കോട്ടയാണ്. അതിൻ്റെ ഡിസൈൻ ആൻഡ് പവർ നോക്കുകയാണെങ്കിൽ ഇരട്ട എൻജിൻ 4.5 ജനറേഷനിലുള്ള യുദ്ധവിമാനമാണ് റഫാൽ. പരമാവധി വേഗമെന്ന് പറയുന്നത് മാക്സിമം 1.8, അതായത് 2200 km/h അതിനു മുകളിലാണ്. അതിൻ്റെ കോമ്പാക്ട് റേഡിയസ് 1850 km. റഡാർ പ്രതിഫലനം കുറയ്ക്കുന്ന ആധുനിക ഡിസൈനാണ് റഫാലിനുള്ളത്. ഇന്ത്യൻ റഫാൽ എന്ന് പറയുന്നത് നശിപ്പിക്കാനായി ജനിച്ചവൻ. ഇന്ത്യയുടെ റഫാലുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് മീറ്റിയോർ മിസൈലുകൾ 100 കിലോമീറ്ററിലധികം ദൂരത്തിലേക്ക് ലക്ഷ്യം കണ്ടുകൊണ്ട് പാഞ്ഞു പോകുന്ന BVR എയർ ടു എയർ, സ്കാഡ് ക്രൂസ് മിസൈലുകൾ 500 കിലോമീറ്റർ വരെ നീളുന്ന ദീർഘദൂരം, മൈക്ക എല്ലാ കാലാവസ്ഥയിലും അനുയോജ്യമായി തടഞ്ഞു നിൽക്കാൻ കഴിവുള്ള മിസൈലുകൾ, ഹാമർ ബോംബുകൾ കൃത്യമായി ലക്ഷ്യഭേദം ചെയ്യുന്ന സ്മാർട്ട് ബോംബുകൾ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ടാർജറ്റിനെ കാണുന്നതിന് മുമ്പ് തന്നെ അതിനെ നശിപ്പിച്ചിരിക്കും. ഇന്ത്യയുടെ റഫാലുകളുടെ പ്രത്യേക അപ്ഡേഷനുകൾ: ഇന്ത്യൻ സ്പെസിഫിക് എൻഹാൻസ്മെന്റ് ISE, ഇസ്രായേലി ഹെൽമെറ്റ് സൈറ്റുകൾ, ഉയർന്ന നിലവാരത്തിലുള്ള തണുത്ത പ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ കോൾഡ് സ്റ്റാർട്ട് സൗകര്യം, അണുവായുധങ്ങളുമായി ഉപരിതല വരെയുള്ള ആക്രമണശേഷി, ഇന്ത്യൻ പ്രതിരോധ സിസ്റ്റങ്ങളുമായി ഡാറ്റ ലിങ്ക് ഇന്റഗ്രേഷൻ. റഫാൽ ഈസ് നോട്ട് ജസ്റ്റ് എ ജെറ്റ്, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. റഫാൽ ഒരു യുദ്ധവിമാനമല്ല, അതൊരു പ്രസ്താവനയാണ്. ഇന്ത്യയുടെ ആകാശത്തേക്കായുള്ള കവചം. റഫാൽ ആകാശത്തുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കാവൽക്കാരനായി ഉണ്ടാവും. റഫാലിനെ പറ്റി ഇന്ത്യ ആവശ്യപ്പെട്ടത് ലേ, ലഡാക്ക് എന്നീ സ്ഥലങ്ങൾ ഉൾപ്പെടെ സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് പറന്നുയരാനുള്ള എഞ്ചിൻ കരുത്ത്, ശത്രുവിന്റെ സ്ഥാനങ്ങൾ ഫലപ്രദമായി കണ്ടെത്താൻ സഹായിക്കുന്ന ഇസ്രായേൽ നിർമ്മിത അത്യാധുനിക സെൻസറുകൾ, 2.5 ടൺ ഭാരമുള്ള ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ഭാരം കൂടിയ മിസൈലുകൾ വഹിക്കാനുള്ള ശേഷി, വായുവിൽ നിന്ന് വായുവിലേക്കും കരയിലേക്കും ആക്രമണം നടത്താൻ പറ്റിയ മിസൈലുകൾ വഹിക്കാനുള്ള ശേഷി. ഓപ്പറേഷൻ സിന്ദൂരിലൂടെ വീണ്ടും ശ്രദ്ധാകേന്ദ്രം റാഫേൽ വിമാനങ്ങളിലേക്ക്. പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ സൈനിക നടപടികളിൽ ഒന്നായ പാകിസ്ഥാന്റെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ വിജയകരമായി ഉപയോഗിച്ച വിമാനങ്ങളാണിവ. നേപ്പാളി പൗരൻ ഉൾപ്പെടെ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട പഹൽഗ്രാം ആക്രമണത്തെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂരിന് കീഴിൽ ഇന്ത്യൻ സായുധ സേന 9 ലക്ഷ്യങ്ങളിൽ കൃത്യമായ മിസൈൽ ആക്രമണം നടത്തി. ടാർജറ്റ് എല്ലാം ഇന്ത്യ കൃത്യമായി തകർത്ത് തരിപ്പണമാക്കി. ഇതുപോലുള്ള വീഡിയോകൾ കാണാനായി പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.